വിൽപത്ര കേസിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിലെ ഒപ്പ് പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടേതെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. കെ ബി ഗണേഷ് കുമാർ വിൽപത്രം വ്യാജമായി നിർമ്മിച്ചു എന്നായിരുന്നു ആരോപണം. സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ബഹുമാനപ്പെട്ട കോടതി ഇടപെടലിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതാണ് അഭിമാനകരം. കാരണം അപ്പോഴും നമ്മൾ ആരുടെ കൈ പിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സത്യം ആരും മനസ്സിലാക്കില്ല, ആരും. അപ്പൊ ഇപ്പോഴും സത്യം മനസ്സിലാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം. കോടതി ഇടപെട്ടൊരു പരിശോധന കഴിയുമ്പോൾ ആ പരിശോധനയുടെ റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് അഭിമാനകരമായി സത്യം തെളിയിക്കാൻ കഴിയുന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സത്യം തെളിയിക്കാൻ, സത്യം എപ്പോഴും മറഞ്ഞിരിക്കും, അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ പുറത്തു വരത്തുള്ളൂ. കള്ളം പറയുന്നതായിരിക്കും ആദ്യം ഉയർന്നു കേൾക്കുന്നത്. അത് ഉയർന്നു കേട്ട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാലും സത്യം ഒടുവിൽ തെളിയും. അതുകൊണ്ട് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. സലീം മാലിക് ആയിരുന്നു. സലീം, ഈ ആദ്യ 2.5 വർഷ ടേം മന്ത്രിസ്ഥാനം കെ ബി ഗണേഷ് കുമാർ നിഷേധിക്കപ്പെട്ടതിൽ ഈ ആരോപണം, ഈ പരാതി ഒരു പ്രധാന ഘടകമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടതാണ്. സലീം, അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുകയാണോ കെ ബി ഗണേഷ് കുമാർ? ഹാഷ്മി, തീർച്ചയായും കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് ഇപ്പോഴുള്ള ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്നുള്ളതാണ്. ആ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിൽപത്ര കേസിൽ തന്നെ ആകെ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. നേരത്തെ ഈ ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ 2.5 വർഷം കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാം എന്നുള്ളതായിരുന്നു മുന്നണിയിലെ തുടക്കത്തിലുള്ള ധാരണ. അതിനുശേഷമാണ് ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസ് ഇത്തരത്തിലൊരു വിൽപത്ര കേസുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് പരാതി അറിയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ആദ്യ 2.5 വർഷം എന്നുള്ള നിലയിൽ നിന്നും മന്ത്രിസ്ഥാനം തന്നെ ഗണേഷ് കുമാറിന് ലഭിച്ചേക്കാവുമോ എന്നുള്ള ആശങ്ക പുറത്തേക്ക് ഉയർന്നു വന്നതും. അതിന് പിന്നാലെ മുന്നണിയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അവസാനത്തെ 2 വർഷത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രിയായ അദ്ദേഹം തുടരുന്നതിനിടയിലാണ് ആ കേസിൽ ഒരു ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവിധി വരുന്നത്. 2020 ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തെ ചൊല്ലിയായിരുന്നു ഈ തർക്കമുണ്ടായിരുന്നത്. ആ വിൽപത്രത്തിൽ കെ ബി ഗണേഷ് കുമാർ വ്യാജമായി ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു സഹോദരി ഉഷാ മോഹൻദാസിന്റെ പരാതി. പക്ഷേ ആ ഘട്ടത്തിൽ അതിനുശേഷം കോടതിയിലേക്ക് പോവുകയും ഇത് കോടതി വ്യവഹാരം നടക്കുന്നതിനിടയിൽ തന്നെ ഉഷാ മോഹൻദാസ് അതല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ തുല്യമായി ഭാഗം വെക്കാമെന്നൊരു ഉപാധി മുന്നോട്ട് വെച്ചതാണ്. അന്ന് കെ ബി ഗണേഷ് കുമാറും മറ്റു സഹോദരിയും ബിന്ദു എന്ന ഗണേഷ് കുമാറിന്റെ മറ്റൊരു സഹോദരിയും ഇതിന് തയ്യാറായില്ല. അതിനുശേഷം ഇവർ എതിർകക്ഷികളായി ഈ കേസിൽ കക്ഷി ചേരുകയായിരുന്നു. അതിന് പിന്നാലെ ഈ വാദങ്ങളും മറ്റ് നടപടികളും മുന്നോട്ട് പോയി. അതിനിടയിൽ കൊട്ടാരക്കര മുൻസിഫ് കോടതിയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിടാം ഈ ഗണേഷ് കുമാർ ഈ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഈ ഒപ്പ് പരിശോധനയ്ക്ക് അയക്കുന്നത്. അതിന് ഈ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും ശേഖരിച്ച് നൽകിയത് മുൻപ് മുന്നോക്കക്ഷേമ കോർപ്പറേഷന്റെ നേതൃത്വത്തിലിരിക്കെ ആർ ബാലകൃഷ്ണപിള്ള നൽകിയ ഒപ്പുകൾ, ഒപ്പം ഇലക്ഷൻ കമ്മീഷന് നൽകിയ ഒപ്പുകൾ, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് മുൻപ് നൽകിയ ഒപ്പ്, ഒപ്പം ബാങ്ക് ഇടപാടുകളിൽ ആർ ബാലകൃഷ്ണപിള്ള വെച്ച ഒപ്പ്, അങ്ങനെ തുടങ്ങിയുള്ള ഒപ്പുകൾ, ഒപ്പം തന്നെ ഈ ഒപ്പ് കൂടി ശേഖരിച്ച് നൽകുകയായിരുന്നു. അതിലെ വിശദമായ പരിശോധനയ്ക്ക് മറുഭാഗത്ത് നിന്ന് ചില ചെക്കുകളിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പുകളായിരുന്നു ഈ വാദിഭാഗം കോടതിയിൽ ഹാജരാക്കിയത്. ഇതെല്ലാം ചേർത്ത് ഫോറൻസിക് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഒപ്പിൽ കൃത്രിമമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനം പോലും ലഭിക്കില്ല എന്നൊരു ആശങ്കപ്പെടുത്തിയ വലിയ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു ആശ്വാസ വിധി വരുന്നത്. ഈ വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെ അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ സംരക്ഷിച്ചിരുന്നത്. ആർ ബാലകൃഷ്ണപിള്ള കെ ബി ഗണേഷ് കുമാറിനൊപ്പമായിരുന്നു ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ചില കള്ളത്തരങ്ങൾ ചെയ്ത് ഈ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നുള്ളൊരു ആരോപണം ഉയർത്തിയത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് തെളിയുന്നതാണ് ഇപ്പോഴത്തെ ഫോറൻസിക് റിപ്പോർട്ട്. പക്ഷേ അതിൻ്റെ ഇനി കോടതി വ്യവഹാരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷമാകും അതിലെ പൂർണ്ണമായുമുള്ള ഇടപെടലുകൾ വരിക. ഈ കേസിന് ആധാരമായി വന്ന സംഭവം തന്നെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഗണേഷ് കുമാറിന്റെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആർ ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനും മാത്രമായിരുന്നു ഇക്കാര്യം അറിയാവുന്നത്. അത് തട്ടിച്ചെടുത്തു എന്നുള്ള പരാതിയായിരുന്നു. വലിയ സ്വത്ത് സമ്പാദ്യമുള്ളയാളാണ് ആർ ബാലകൃഷ്ണപിള്ള. ആ സ്വത്തിന്റെ വലിയ വിഭാഗം ഗണേഷ് കുമാറിന് അർഹതപ്പെട്ടതല്ല എന്നുള്ള വാദമായിരുന്നു കോടതിയിൽ നിരത്തിയത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസപ്പെടുന്ന ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും അത് അക്കാലത്ത് അത്രയും വാർത്താപരമായി ചർച്ചയായില്ലെങ്കിലും ഈ പരാതി ആദ്യ 2 ടേം കെ ബി ഗണേഷ് കുമാറിന് നിഷേധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു ആരോപണ നിഴൽ ഉണ്ടായിരുന്നു. എന്തായാലും ആരോപണ നിഴൽ പൂർണ്ണമായി മാറുന്നു. അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യാജൊപ്പിട്ടൊന്നുമല്ല, അത് പിതാവ് ആർ ബാലകൃഷ്ണയുടെ ഒപ്പ് തന്നെയാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയുകയാണ്. ആ അർത്ഥത്തിൽ ആരോപണ മുക്തി നേടുന്നു കെ ബി ഗണേഷ് കുമാർ.